അപ്പോൾ ഇന്ന് ഒന്നാം ഓണമാണ്. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും ഒക്കെ. ഓണ വിപണിയും വഴിയോര കച്ചവടങ്ങളും ഒക്കെ സജീവമാണ്. പുത്തനുടുപ്പും സദ്യക്കുള്ള വിഭവങ്ങളും ഒക്കെയും വാങ്ങാനുള്ള അവസാന വട്ട ഓട്ടത്തിലാണ് മലയാളികൾ. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് പലയിടത്തും അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോയിടത്തും എങ്ങനെയൊക്കെയാണ് തിരക്കുകൾ. പാച്ചിൽ തുടങ്ങിയിട്ടുണ്ടോ? രാവിലെ തന്നെ എല്ലാവരും പുറത്തിറങ്ങിയോ? എന്താണ് അവസ്ഥ നോക്കാം. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് ഹാൻസ് ഉണ്ട്. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് ദിൽഷ തിലകനുണ്ട്. എറണാകുളം മാർക്കറ്റിൽ നിന്ന് ഷീന മാർട്ടിനും പാലക്കാട് പൂ മാർക്കറ്റിൽ നിന്ന് അജിത് ബാബു നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരിലേക്കും പോകാം. ആദ്യം ഹാൻസിലേക്ക് പോകാം. ഹാൻസെ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരംകാരെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഓണത്തിൽ എനിക്ക് തോന്നുന്നു തിരുവോണത്തെക്കാളും പ്രധാനം ഉത്രാടമാണ്. അവിടെ ഒരു വിളക്കൊരുക്കൽ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും ഈ പൂവും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള തിരക്കിലായിരിക്കും. പ്രത്യേകിച്ച് ചാല മാർക്കറ്റ്. ചാലയാണല്ലോ എല്ലാവരുടെയും എത്തിച്ചേരുന്ന ആ കേന്ദ്ര ചാല മാർക്കറ്റാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ചാല മാർക്കറ്റിൽ നിൽക്കുമ്പോൾ എന്താണ്, എല്ലാവരും എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? കടകളൊക്കെ സജീവമായോ? എന്താണ് ഉത്രാട ദിനത്തിലെ ആദ്യ കാഴ്ച ഹാൻസ്? സേതു, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ചാല മാർക്കറ്റിലാണുള്ളത്. ചാല മാർക്കറ്റിൽ വിചാരിച്ചതിലും അധികം ജനത്തിരക്ക് രാവിലെ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസമെല്ലാം വലിയ രീതിയിലുള്ള തിരക്ക് മാർക്കറ്റിലുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെയും മാർക്കറ്റിൽ തിരക്കുള്ളത്. രാവിലെ തന്നെ വഴിയോര കടകളും അതിനോടൊപ്പം തന്നെ പച്ചക്കറി വിൽക്കുന്ന കടകളും കൂടാതെ ഈ പൂക്കൾ വിൽക്കുന്ന കടകളും എല്ലാം തന്നെ ചാല മാർക്കറ്റിൽ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മളിപ്പോൾ വരുന്ന വഴിക്കൊക്കെ വലിയ ചാക്ക് കെട്ടിന് പൂക്കളും അതിനോടൊപ്പം തന്നെ വലിയ വലിയ ലോറികളിലുമൊക്കെയാണ് പൂക്കൾ കൊണ്ടിരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. രാവിലെ തന്നെ എല്ലാവരും പച്ചക്കറി വാങ്ങാനും മറ്റ് സാധനങ്ങൾ ഒരുക്കാനും എല്ലാം എത്തിച്ചേരുന്നത്. കാരണം വൈകിട്ടോടെ വലിയ തിരക്കാകും. അപ്പോൾ രാവിലെ തന്നെ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് എത്തി ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ ഒരുക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ചേച്ചി, രാവിലെ തന്നെ സാധനം വാങ്ങാൻ ഇറങ്ങിയാണോ? എങ്ങനെയുണ്ട് ഓണം? എവിടെ വരെ ഇനിയിപ്പോ പൂക്കളൊക്കെ വാങ്ങിയോ? ഇല്ല, വാങ്ങില്ല. നാളത്തേക്ക്. ചേച്ചി, സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇത്തവണത്തെ ഓണം എങ്ങനെയാ? കൊള്ളാൻ തോന്നുന്നു. പൂക്കളൊക്കെ വാങ്ങി? പൂക്കളൊക്കെ ഇന്ന് വാങ്ങിക്കണം, വൈകുന്നേരം വാങ്ങിക്കണം. വൈകിട്ട് ഇവിടെ വന്നാണ് വാങ്ങുന്നത്? ചാലയിലൊന്ന് വാങ്ങിക്കും. എന്ത് രാവിലെ വാങ്ങാതെ? രാവിലെ വാങ്ങിച്ചാൽ ചീത്തയായിപ്പോയില്ലേ? വൈകുന്നേരം ആകുമ്പോഴല്ലേ നല്ലത്. രാവിലെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. സേതു, നമുക്കറിയാവുന്ന പോലെ തന്നെ അത്തം മുതൽ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അത്തം മുതൽ തന്നെ വീടുകളിലൊക്കെ പൂക്കളം ഇട്ട് തുടങ്ങും. പക്ഷേ നാളെയാണ് പ്രധാനമായിട്ടും എല്ലാവരും, കൂടുതൽ ആളുകളും നാളെയാണ് അത്തപ്പൂക്കളം ഇടാറ്. അതുകൊണ്ട് തന്നെ പൂ വാങ്ങാൻ ഇത്തവണ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വലിയ തിരക്കുണ്ടാകുമെന്ന് തന്നെയാണ് കച്ചവടക്കാരുടെയും ഒരു നിഗമനം. ഇപ്പോൾ ചേട്ടാ, എന്തായി ഓണം ഇവിടെ വരെ? ഓണം സാധനമെല്ലാം നല്ല വില. വില കൂടുതലാണോ? വില കൂടുതൽ. കച്ചവടക്കാരൊക്കെ പറയുന്ന വില കുറവാണെന്നുള്ളത്. പൊന്തമുളക് 200 എന്ന് പറയുന്നത്. ഏത് പൊന്തമുളകിന് മാത്രം വിലയുള്ളൂ? തൊണ്ട വില കൂടുതല. തൊണ്ട മാത്രം വില കൂടുതൽ, ബാക്കി സാധനം വില കുറവാണ്. ഇഞ്ചിക്ക് എന്താ വില? ഇഞ്ചിക്ക് 60 രൂപ ഉള്ളു കിലോ ഇവിടെ. ഈ ഇഞ്ചിക്ക് 60 രൂപ ഉള്ളൂ. നല്ല ഇഞ്ചി 80 രൂപ ഉണ്ട്. വേറെ ഒന്നുമില്ല, ഇഞ്ചി മാത്രമേ ഉള്ളൂ ഇവിടെ? ഇഞ്ചി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സേതു, ചേട്ടൻ്റെ ഇടയിൽ ഇഞ്ചി മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അപ്പുറത്തോട്ടൊക്കെ കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പച്ചക്കറികളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇതേ ഇപ്പോൾ മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്. ചേട്ടാ, നാരങ്ങ എന്താ വില? ചേട്ടാൻ പറ്റുമോ? 60 രൂപ കിലോ. 60 അത്രേ ഉള്ളൂ. കിലോ 60. ഫ്രഷ് സാധനം? ഫ്രഷ്. മാങ്ങ എന്താ വില? മാങ്ങ 100 രൂപ, 80 രൂപ, 60 രൂപ. ഏതൊക്കെ മാങ്ങയാ? ഇത് പിന്നെ കിളിച്ചുണ്ട മാങ്ങ, നീല മാങ്ങ, ഉരുണ്ട മാങ്ങ. 3 തരം മാങ്ങ. 3 തരം മാങ്ങ ഉണ്ട്. ഏറ്റവും വില കുറവ് ഏതിനാ? കിളിച്ചുണ്ട മാങ്ങയാണ്. അടുത്താണോ? ഇല്ല, പച്ചമാങ്ങ. പച്ചമാങ്ങ അച്ചാറിടാൻ കൊള്ളാം. അപ്പൊ ഞാൻ അച്ചാറിടാൻ കൊള്ളാം. സൂപ്പറാണ്. സൂപ്പർ. അൽഫോൺസ് എങ്ങനെയാ? അൽഫോൺസ ഇല്ല, ഇപ്പൊ സീസണല്ല. സേതു, ഇവിടെ 3 തരത്തിലുള്ള മാങ്ങയുണ്ട്. അച്ചാറിടാൻ അടിപൊളി മാങ്ങയാണെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ ആൾക്കാർക്കൊക്കെ അച്ചാറിടണമെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ ചാല മാർക്കറ്റിൽ തന്നെ വന്ന് വാങ്ങാം. നല്ല നല്ല നാരങ്ങയൊക്കെ ഉണ്ട്. നല്ല നല്ല രസമായിരിക്കും ഇത് വെച്ചൊക്കെ അച്ചാറിട്ട് കഴിഞ്ഞാൽ. ശരി, അപ്പോൾ പാളയം മാർക്കറ്റിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഹാൻസ് നിൽക്കുന്നത് നമ്മുടെ ചാല മാർക്കറ്റിലാണ്. ചാലയിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ കോഴിക്കോട് പാളയം മാർക്കറ്റിലേക്ക് പോവുകയാണ്. ദിൽഷയുണ്ട് നമുക്കൊപ്പം. ദിൽഷ, എന്താണ് കോഴിക്കോട്ടെ പാളയം മാർക്കറ്റിലെ രാവിലെ ഉള്ള ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയോ അവിടെ? ഗുഡ് മോർണിംഗ്.
സേതു, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഉത്രാട ദിനാശംസകൾ. ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയിട്ടില്ല, സജീവമായി വരുന്നേ ഉള്ളൂ. പാളയം മാർക്കറ്റൊക്കെ ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. എന്തായാലും പൂ വിപണി കോഴിക്കോട് പാളയം മാർക്കറ്റിലെ പൂ കച്ചവട കേന്ദ്രമായിട്ടുള്ള പൂ മാർക്കറ്റിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടുത്തെ വ്യാപാരികളൊക്കെ ഇപ്പോൾ അല്പനേരം വിശ്രമിക്കുകയാണ്. രാവിലെ തന്നെ ഇവർ പൂക്കളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് ആളുകൾ എത്തി പൂവൊക്കെ മേടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഇവരെല്ലാവരും ചായ കുടിക്കുന്ന ഒരു സമയമാണ്. ഇവർ പറയുന്നതനുസരിച്ച് ഏകദേശം ഒരു 9 മണിയോട് കൂടി തന്നെ ഇവിടെ തിരക്ക് വലിയ രീതിയിൽ തിരക്ക് കൂടുമെന്നാണ് ഇവർ കരുതുന്നത്. പൂക്കളൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പച്ചക്കറി മാർക്കറ്റ് ഉള്ളത്. പച്ചക്കറി മാർക്കറ്റിലാണെങ്കിലും വ്യാപാരികൾ ലോഡ് ഇറക്കുകയാണ്. വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഇവിടെയുണ്ട്. പോലീസിൻ്റെ 3-4 വാഹനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. കാരണം വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള തിരക്കുകൾ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരക്ക് കുറവാണെങ്കിലും വരും മണിക്കൂറുകളിൽ വലിയ രീതിയിൽ വിപണി സജീവമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. നമുക്ക് ഇവിടെയുള്ള വ്യാപാരികളോട് കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, പൂക്കൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചാണെങ്കിൽ വളരെ കുറവാണ്. ഇപ്പോൾ ഇത്തവണ വില കുറവാണ്. ഇപ്പോഴത്താണ് സ്റ്റാർട്ടിങ്ങിൽ 2 ദിവസം നല്ല വില ഉണ്ടായിരുന്നു. അവിടെ വിനായക ചതുർത്ഥി അതിനെ കൊണ്ട് ഭയങ്കര വിലയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വില കുറഞ്ഞു. പക്ഷേ വില കുറഞ്ഞപ്പോൾ ഇവിടെ മഴയായി, വാങ്ങാനുള്ള ആളില്ല, വിൽക്കാനൊക്കെ കൊണ്ടുവന്ന ആളുകൾക്ക് വല്ല പ്രതിസന്ധിയിലപ്പോൾ. കച്ചവടം ഉണ്ടോ? എങ്ങനെയാണ് ആളുകൾ എത്തുന്നത്? ഇവിടെ ആളുകൾ എത്തിപ്പെടുന്നില്ല. 2 ദിവസമായിട്ട് നല്ല മഴയല്ലേ. ഈ രാത്രി മഴ പെയ്യുന്നത് കൊണ്ട് ഇവിടെ വാങ്ങാൻ വരുന്ന ആൾ ഇത് ഇവിടുന്ന് വാങ്ങിയിട്ട് പല ലോങ്ങിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുവന്നത്. ചില്ലറ വിൽക്കാനുള്ള ആളുകൾ വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ എത്തുന്നില്ല, ആളുകൾ എത്താൻ കഴിയില്ല. ഇപ്പോൾ വാങ്ങിക്കൊണ്ടുപോകാനും ഇത് വിൽക്കാനും കഴിയുന്നില്ല. മഴയായിട്ട് ഇത് തട്ടിൽ മൂടിയിട്ടും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് തിരിച്ച് വരാൻ കഴിയുന്നില്ല. ചേട്ടാ, അപ്പോൾ ഉത്രാടമാണ്. അപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ കച്ചവടം കൂടാൻ സാധ്യത? അവിടെയുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ അതാണ്. മഴ ഒന്ന് തെളിഞ്ഞാൽ രക്ഷപ്പെടും എന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ. അല്ലെങ്കിൽ ഈ കൊല്ലത്തെ പൂക്കച്ചവടം പ്രതിസന്ധിയിലാവും എന്നാണ് നമ്മുടെ ഒരു. എല്ലാ വർഷവും എങ്ങനെയാണ് പൂക്കളൊക്കെ ഒരു ഉത്രാടമൊക്കെ ആകുമ്പോഴേക്കും? ഇങ്ങനെ ഉത്രാടമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആവലില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു മഴ ഇതൊക്കെ പ്രതിസന്ധി വന്നത്. പൂക്കളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള ഇന്ന് രാവിലത്തേക്ക് കഴിഞ്ഞ 10, 18, 16 ഐറ്റം റോസൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഐറ്റം മാത്രം ഇനിയിപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ വരാനുണ്ട്. അപ്പോൾ അതിലെല്ലാ ഐറ്റം ഉണ്ടാവും. 10-25 ഐറ്റങ്ങളുണ്ടാവും. നല്ല കളർഫുൾ ഐറ്റമൊക്കെ ഉണ്ടാവും. സേതു, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മഴയാണ് പ്രശ്നം. ഉത്രാടം ആണെങ്കിൽ പോലും പാളയം മാർക്കറ്റ് സജീവമായി വരുന്നതേ ഉള്ളൂ. ഈ ദിൽഷയാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ നമുക്ക് എറണാകുളത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഷീന മാറ്റുണ്ട് എറണാകുളത്ത് നിന്ന്. ഷീന, ഗുഡ് മോർണിംഗ്. എന്തായി ഷീന, ഈ എറണാകുളത്തെ കാര്യങ്ങൾ എന്തായി? ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയോ കൊച്ചിയിൽ? സേതു, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എറണാകുളം മാർക്കറ്റ് സജീവമായി തുടങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇറക്കി തുടങ്ങി. വ്യാപാരികൾ സ്റ്റാളുകളൊക്കെ തന്നെ ക്രമീകരിച്ച് തുടങ്ങി. ഈ എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു വിശേഷ ദിവസം കൂടിയാണ് വരുന്നത്. അതായത് നമ്മുടെ ഈ മാർക്കറ്റ് നവീകരിച്ച ഈ വലിയ മാർക്കറ്റ് പണിതതിന് ശേഷം, ഉദ്ഘാടനം ചെയ്തതിന് ശേഷമുള്ള മാർക്കറ്റിന്റെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ആ ഒരു സന്തോഷവും കൂടി വ്യാപാരികൾക്കുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. അതുപോലെ തന്നെ നമ്മുടെ ഈ വിപണിയും ഇതേപോലെ സജീവമായി തുടങ്ങി. പച്ചക്കറി ആണെങ്കിലും കുറച്ചങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലും കുറച്ചങ്ങോട്ടേക്ക് നീങ്ങുകയാണെങ്കിലും എല്ലാ സാധനങ്ങളും ഒറ്റ കുടക്കയിൽ കിട്ടാവുന്ന ഒരു മാർക്കറ്റ് തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. അപ്പം കയറി വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് വന്ന് പച്ചക്കറി വാങ്ങാനും പൂ വാങ്ങാനും മറ്റു സാധനങ്ങൾ വാങ്ങാനാണെങ്കിലൊക്കെ വലിയ സഹായകരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ മാർക്കറ്റും ഇത്തരത്തിലാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ ഈ ഇലകളൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന കാണാം. രാവിലെ വന്ന ഇലയുടെ വില ചോദിച്ചപ്പോൾ പറഞ്ഞത് 6 രൂപ മുതൽ 8 രൂപ വിലയാണ് ഇലയുടെ വില. ബാക്കി എന്തും നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഇലയില്ലാതെ ചോറുണ്ണാൻ പറ്റില്ലല്ലോ, ഇലയില്ലാതെ സദ്യ കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു തുടങ്ങി. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് മാർക്കറ്റ് എന്നുള്ളതൊക്കെ. ചേട്ടാ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതായാലും ഓണർ അതാണ്. എങ്ങനെയുണ്ട് ചേട്ടാ ഇത്തവണ കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? പൊതുവെ വില കൂടുതലൊന്നുമില്ല. വില കൂടുതലൊന്നും ഇല്ല. കാലിയാക്കി സാധാരണക്കാരുടെ ഓണമായി പോയി. കീശ കാലിയാവാതെ സദ്യ ആൾക്കാർക്ക് കീശ കാലിയാവാതെ നല്ല സമൃദ്ധിയായിട്ട് ഉണ്ണാം. എങ്ങനെയാ ഇതിന്റെ വിലയൊക്കെ? എങ്ങനെയാ വിലച്ചീട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഓരോ വണ്ടികൾ എത്തിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഇനി എങ്ങനെയാ കച്ചവടം? ഇന്നലെ ആയിരുന്നില്ലേ വലിയ കച്ചവടങ്ങളൊക്കെ നടന്നെങ്കിൽ ഇപ്പോൾ ചില്ലറ കച്ചവടങ്ങളൊക്കെയാണ്. ചില്ലറ കച്ചവടമൊന്നും വലിയ വിലയില്ല. പണ്ടത്തെ പോലെ 120, 130 ഒന്നും ഇല്ല. ഒക്കെ 70, 80 ആവറേജ് റേറ്റേ ഉള്ളൂ എല്ലാം. ഈ പ്രാവശ്യം സമൃദ്ധിയായിട്ട് ഓണം. അതാണ്. ഓക്കെ.
അതാണ് സേതു, കീശ കാലിയാവാതെ നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ തന്നെ നമുക്ക് ഓണം ഉണ്ണാൻ പറ്റും എന്നുള്ളതാണ്. പച്ചക്കറി മാർക്കറ്റുകളൊക്കെ ആയാലും ഇങ്ങനെ തന്നെ സജീവമായി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഓരോരുത്തരും അതിൻ്റെ ഒരു തിരക്കിലേക്കാണ്, അതായത് സാധനങ്ങളൊക്കെ ക്രമീകരിച്ച് വെക്കുക. കുറച്ചും കൂടി നേരം കഴിയുമ്പോൾ ഈ ഭാഗത്തൊന്നും നിൽക്കാൻ പറ്റാത്ത അത്രയും തിരക്കാവുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം അത്രയധികം തിരക്ക് അടുത്ത സമയങ്ങളിലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നത്. ശരി ശരി, ഞാൻ ഒന്ന് പാലക്കാട്ടേക്കും കൂടി പോയിട്ട് വരാം. അപ്പോൾ പാലക്കാട് അവിടെ പൂ മാർക്കറ്റിൽ നിന്ന് അജിത് ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജിത്തെ, ഗുഡ് മോർണിംഗ്. പാലക്കാട് എന്തായി കാര്യങ്ങളൊക്കെ? ഉത്രാട വിശേഷങ്ങൾ എന്താണ് പാലക്കാട്ടെ? സേതുലക്ഷ്മി, കൊടയും പിടിച്ച് രാവിലെ നമ്മൾ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവില്ല, മഴയാണ്, വലിയ മഴയാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രതിസന്ധി ഉണ്ട്. ഇന്ന് പൂ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മേട്ടുപ്പാളയത്ത് വലിയ രീതിയിൽ പൂക്കച്ചവടം നടക്കുന്ന ദിവസമാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് ഈ മഴ എങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള സംശയം ഉൾപ്പെടെ അവർക്കുണ്ട്. നിലവിലേതാണെങ്കിലും രാവിലെ നമ്മൾ ഇവിടെ വന്നിട്ടൊരു ചായ കുടിക്കാൻ അപ്പുറത്ത് പോയതാണ്. പക്ഷേ തിരിച്ചിങ്ങോട്ട് വരാൻ പോലും പറ്റാത്തത്രയും മഴയായിരുന്നു. ഇപ്പോഴാണെന്ന് ചെറുതായിട്ടെങ്കിലും കുറഞ്ഞെന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം ഉള്ളത്. ഇത്തവണത്തെ ഒരു പൂക്കളെല്ലാം കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. വിവിധ പൂക്കൾ നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ എല്ലാ വർഷവും ഈ പൂക്കൾ നമ്മൾ ഇവിടുന്ന് ഈ സ്ട്രീറ്റിൽ നിന്ന് ലൈവെല്ലാം വരുന്നതാണ്. പക്ഷേ ഇത്തവണ അവരുടെ എങ്ങനെയാണ് അവരുടെ പ്രതികരണം? എങ്ങനെയുണ്ട് ഇത്തവണ? ഇത്തവണ കുഴപ്പമില്ല. മഴയായതുകൊണ്ട് കച്ചവടം കുറച്ച് ഡൗൺ ആണ്. പിന്നെ കുഴപ്പമില്ല. ഈ രാവിലെ തൊട്ട് മഴ പെയ്യാൻ തുടങ്ങിയത് പ്രതിസന്ധി ആവുമെന്ന് തോന്നുന്നു. ചെറുതായിട്ട്. ഇതാണ് പ്രശ്നം അവരെ സംബന്ധിച്ച്. അതായത് ഈ പൂ എന്ന് പറയുന്നത് നമ്മൾ അറിയാലോ, വാങ്ങുന്ന ആ ഒരു ടൈമിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ആ കച്ചവടത്തിൻ്റെ സമയത്ത് ഇങ്ങനെ മഴ പെയ്യുന്നത് അവർക്ക് വലിയ പ്രതിസന്ധി ആവും എന്നുള്ള തോന്നലാണ്. രാവിലെ ഇവിടെ മാർക്കറ്റിൽ അങ്ങനെ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, പൂവെല്ലാം കൊണ്ട് ഇറക്കി. ചേട്ടാ, രാവിലെ പൂ വാങ്ങിക്കാൻ എത്തിയാണോ? അതെ അതെ അതെ. ഈ മഴയൊരു പ്രശ്നമാണല്ലേ? പ്രശ്നം തന്നെയല്ലേ ഇതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എന്തൊക്കെ പൂവാ വാങ്ങിക്കുന്നത്? എല്ലാതും കുറച്ച് വാങ്ങാൻ തന്നെ, അല്ലാണ്ട് ഒരുപാടൊന്നുമില്ല, മഴയല്ലേ. ചേട്ടാ, എല്ലാം കൂടി എത്ര രൂപയ്ക്കാ? 100 രൂപയ്ക്ക്. കാരണം മഴ കാരണം കൂടുതൽ ഇടാനും പറ്റില്ല. മഴ കാരണം കൂടുതൽ ഇടാൻ പറ്റില്ല എന്ന്. അതെ, മഴേൻ്റെ പ്രശ്നം. അത് കുട്ടികൾ പറഞ്ഞു വിട്ടാണോ? ഇല്ല, ഞാനേ തീരുമാനിച്ചെന്നെ. സ്വന്തമായിട്ട് തീരുമാനിച്ചതാ? സ്വന്തം തീരുമാനിച്ചെന്നെ. ഇപ്പൊ ഇങ്ങനെ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതേ ചേട്ടാ, ഏതൊക്കെ പൂവാ വാങ്ങിക്കുന്നത്? ചെണ്ടുമല്ലി, ജമന്തി, എല്ലാതരം പൂവും വാങ്ങിക്കുന്നുണ്ട്. നാളെ തിരുവോണമല്ലേ, ഉത്രാടം, നമുക്ക് ഗ്രാൻഡാക്കണ്ടേ? ഗ്രാൻഡാക്കണം, അത് മസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സേതുലക്ഷ്മി, ഏതാണെങ്കിലും ആളുകളൊക്കെ വന്നു തുടങ്ങി. ആവേശത്തിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വലിയ തരത്തിലുള്ള ആളുകളുണ്ടാവും. മാത്രമല്ല, ഈ ഇപ്പോൾ കാണുന്ന ഈ മാർക്കറ്റ് ആയിരിക്കില്ല, ഇപ്പം 1, 2, 3 പേരാണ്. മഴ വേഗം മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിപണികളൊക്കെ സജീവമാകട്ടെ, മഴ മാറി നിൽക്കട്ടെ. പിന്നെ ഈ തിരുവോണത്തിന് പൂക്കളം ഇടുക എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് തന്നെ പൂവൊക്കെ മേടിച്ച് എല്ലാവരും സെറ്റാവുന്ന ഒരു ദിവസം കൂടിയാണ് ഉത്രാടം. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഉത്രാടപ്പാച്ചിൽ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്.